ഹായ്, നമസ്കാരം. പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ ബൊഗൈൻവില്ലാസൊക്കെയാണ്. എന്നാലേ നമ്മുടെ വയനാട്ടിൽ പൂപ്പൊലി 2025 അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഞാൻ ഇനി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ജനുവരി 1 മുതൽ 15 തീയതി വരെയായിരുന്നു പൂപ്പൊലി ഉണ്ടായിരുന്നത്. കണ്ടവരും കാണാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു പൂപ്പൊലിയുടെ കാഴ്ചകളിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനലൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കൂടെ കുടിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പൂപ്പൊലിയുടെ പ്രവേശന കവാടം. വളരെ മനോഹരമായിട്ട് തന്നെ അത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ ആ പൂപ്പൊലിയുടെ ആ ഒരു ക്യാൻവാസും കാര്യങ്ങളൊക്കെ അവിടെ ചെടികളൊക്കെ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഹാർട്ടിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ലവിൻ്റെ ഷേപ്പിലൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് അടിപൊളിയായിരുന്നു. ജനുവരി 1 മുതൽ ജനുവരി 15 വരെയായിരുന്നു പൂപ്പൊലി. ഇത് അന്നെടുത്ത വീഡിയോ ആണ് ഞാൻ പോയപ്പോൾ. പക്ഷേ എനിക്കത് സമയക്കുറവുകൊണ്ട് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഡാലിയൊക്കെ പൂത്തിങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ ഈ ഒരു ബന്തി, അങ്ങനെ പലതരം പേരറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചെടികൾ നമുക്കവിടെ കാണാൻ പറ്റും. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ പലതരം രൂപങ്ങൾ നമുക്ക് ഈ ഒരു ചെടികളൊക്കെ വെച്ച് ഉണ്ടാക്കിയായിട്ട് കാണാൻ പറ്റും. ക്ലോക്ക്, മയിൽ, പിന്നെ ഇത് ഈ ഒരു പൈപ്പിൻ്റെ രീതിയിലുള്ളതൊക്കെ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പല സ്ഥലത്തും നമുക്ക് ഈ ഒരു ലവിൻ്റെ ഷേപ്പിൽ ചെടികൾ വെച്ചായിട്ടൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ബന്ദിപ്പൂ, അതിൻ്റെ ഓറഞ്ചും മഞ്ഞയും, അടിപൊളിയാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളായിട്ടൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവർക്കും ഏത് തരത്തിലുള്ള ആൾക്കാർക്കും പ്രായക്കാർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനതിൻ്റെ സംഘാടകരോട് എന്തായാലും നിങ്ങളൊരു കയ്യടി അർപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി എനിക്ക് ഈ വർഷമാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അത്രയ്ക്ക് മനോഹരമായിട്ട് അവർ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയാൻ തോന്നിയ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് അടിപൊളിയായിരുന്നു. പലതരം ചെടികളിലും മരങ്ങളിലും ഒക്കെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു രാത്രി അത് കൂടുതൽ ഭംഗിയാക്കുകയാണ് ചെയ്തത്. ഒരു പ്രത്യേക ഏരിയയാണ്, ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അവിടെ ഇങ്ങനെ മരങ്ങളിലൊക്കെ ലൈറ്റൊക്കെ വെച്ച് ഇരിപ്പിടമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അവിടെ ഇരിക്കാൻ ഭയങ്കര രസമായിരുന്നു. ഇതാണ് ഞാൻ ആ പറഞ്ഞൊരു ഏരിയ. നിങ്ങൾ ആ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടോ? മരത്തിലൊക്കെ ഇങ്ങനെ പലതരം ലൈറ്റുകൾ തൂക്കിയിട്ട്, പലതരം വർണ്ണങ്ങളിൽ ലൈറ്റുകളൊക്കെ തൂക്കിയിട്ടിട്ട് അടിപൊളി ഏരിയ ആയിരുന്നു കേട്ടോ ഇത്. എനിക്ക് അവിടുത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു, വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കാനൊക്കെ നല്ല രസമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു ഈ ഒരു ഏരിയ. പിന്നെ ഈ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലവിൻ്റെ ഒരു ഫ്രെയിമൊക്കെ കണ്ടില്ലേ, അവിടെ വെച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാം ആ ഒരു പൂപ്പൊലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. അതുപോലെ ഈ ഒരു 2025 എന്നുള്ള ആ ഒരു ഇതൊക്കെ ഫ്രെയിമൊക്കെ ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമായിരുന്നു. ധാരാളം ആൾക്കാർ അതിൻ്റെ മുമ്പിലൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു.
പിന്നെ അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കോഴികളില്ലേ, നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ആ പലതരത്തിലുള്ള കിളികൾ, പലതരത്തിലുള്ള പ്രാവുകൾ, പലതരത്തിലുള്ള കോഴികൾ, അതിൻ്റെയൊക്കെ ഒരു ഏരിയയാണ്. അവിടെ ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുള്ള കോഴികളൊക്കെ ഉണ്ടായിരുന്നു, ഫുള്ളി ഇങ്ങനെ കാലിലടക്കമുള്ള രോമങ്ങളൊക്കെ ഉള്ള. അതുപോലെ നമ്മുടെ കൊക്കറ്റോസ്, ഫിഞ്ചസ്, അങ്ങനെ പറഞ്ഞ കുറേ കിളികളൊക്കെ ഉണ്ടല്ലോ, അലങ്കാര കിളികളൊക്കെ ഉണ്ടായിരുന്നല്ലേ, അതിൻ്റെ ഒരു ഏരിയ ആണ്. അതും നന്നായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഏരിയ ആണ്. ഈ ഒരു ഓടുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു ബോട്ടും, പിന്നെ ആ ഒരു വലിയ അതിൻ്റെ പേരെനിക്കറിയില്ല, ബലൂണൊക്കെ പോലുള്ള സാധനം ഇല്ലാത്ത കുട്ടികൾ ഇങ്ങനെ ചാടിയും മറിഞ്ഞ് കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുക പലതരം കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പലതരം ഐറ്റംസിൻ്റെയൊക്കെ ഒരു പ്രദർശന സ്റ്റാളായിരുന്നു. അതുപോലെ ഇതൊക്കെ ഈ കാണുന്നതൊക്കെ വയനാടിൻ്റെ തനതായ നെല്ല് വിത്തുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ കാണുന്നത് നമുക്ക് അറിയാം, നമ്മുടെ മുണ്ടക്കൈ ചുരൽമല ആ ഒരു ദുരന്തത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. അത് കാണുമ്പോൾ തന്നെ ഇപ്പോഴും നമുക്കൊരു ആ ഒരു ഞെട്ടലും വേദനയൊന്നും മാറിയിട്ടില്ല. എല്ലാം ശരിയാവട്ടെ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ കാണുന്നതാണ് പലതരം സസ്യങ്ങളുടെയും ചെടികളുടെയൊക്കെ ഒരു വിൽപ്പന കേന്ദ്രം കൂടിയാണ്. പിന്നെ ഇത് ഫിഷറീസ് വകുപ്പിൻ്റെ ഒരു ചെറിയൊരു അക്വേറിയമാണ്. നമ്മുടെ നാടൻ മത്സ്യങ്ങളുടെയൊക്കെ, നമ്മുടെ മിസ് കേരള, അതുപോലെ ഫിലോപ്പിയ, അങ്ങനെ പലതരം മത്സ്യങ്ങളുടെയൊക്കെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനായിരുന്നു. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് പനിനീർ ചെടികൾ, അതായത് നമ്മുടെ റോസാ ചെടികളെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പല വർണ്ണത്തിലുള്ള റോസകളായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. അത് എന്ത് വലുപ്പമായിരുന്നു, നമ്മളിങ്ങനെ കയ്യിലൊന്നും ഒതുങ്ങുന്നതിൻ്റെ അത്രയും വലിയ റോസയും. പിന്നെ ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ടോ, ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാട്ടൊക്കെ ഒരുപാട് മനോഹരമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഒരു സ്റ്റാളായിരുന്നു. ഇവിടെ നമുക്ക് ഒരുപാട് സ്റ്റോൾ അകത്ത് കയറി കഴിഞ്ഞാൽ പലതരം സ്റ്റോളുകൾ കാണാൻ പറ്റും, കുട്ടികൾക്കുള്ളതും പിന്നെ പലതരം വിത്തുകളും, പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട പലതരം കാര്യങ്ങളുടെയൊക്കെ ഒരു സ്റ്റോളുകളായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു അതിനകത്ത്, നിന്ന് തിരിയാൻ ഇടവില്ല എന്ന് പറയില്ലേ, അതുപോലെ തിരക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒരു ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നത്, അവിടെയും നല്ല തിരക്കായിരുന്നു. നമുക്ക് ഈ ഒരു തണുപ്പത്തൊക്കെ മുളക് ബജിയും അങ്ങനത്തെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നൈസായിരുന്നു. പിന്നെ നമ്മുടെ എല്ലായിടത്തും കാണുന്ന പോലെ വല്ല ജയൻ വീൽസും, പിന്നെ ഈ ഒരു തൊട്ടിൽ അങ്ങനെ പറയില്ലേ, തോണി പോലുള്ള അതും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമാണ്, ലൈറ്റിങ്ങും പിന്നെ അതൊക്കെ കാണാനുള്ള ഒരു ഭയങ്കര രസമായിരുന്നു. അതുപോലെ ഇവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ധാരാളം ഐറ്റംസ് ഉണ്ടായിരുന്നു. ധാരാളം കുട്ടികളും കയറുന്നുണ്ട്, മുതിർന്നവരൊക്കെ കയറുന്നുണ്ട്. ഈ ഒരു നൈറ്റ് വൈബ് എന്നൊക്കെ പറയില്ലേ, അടിപൊളിയായിരുന്നത്. പിന്നെ എല്ലാ ദിവസവും തന്നെ അവിടെ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഗ്രാംസാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളന്ന് പോകുമ്പോൾ നല്ല പാട്ടൊക്കെ ആയിരുന്നു. കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഞാനത് മ്യൂട്ടാക്കിയിട്ടിരിക്കുന്നത്. ചെറുപ്പക്കാരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ആ ഒരു രാത്രി അവരെല്ലാവരും കളർഫുള്ളാക്കിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ബബിൾ ടീം ഓർഡർ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. ബോബെ ബബിൾ ടീ, ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ട്രെൻഡിങ് ആയ ഒരു സംഭവമാണ്. അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. അതും നൈസായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്കും ഈ ഒരു പലതരത്തിലുള്ള ലൈറ്റ് കൊണ്ടും ചെടികളൊക്കെ കൊണ്ടും നമുക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത അത്രയും കാഴ്ചകളായിരുന്നു ഈ ഒരു വർഷത്തെ പൂപ്പൊലി 2025 ഉണ്ടായിരുന്നത്.
എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും മനോഹരമായ പൂക്കളും പിന്നെ ആ ലൈറ്റ് കൊണ്ടുള്ള ഒരു വിസ്മയമായിരുന്നു ഈ ഒരു വർഷത്തെ പൂപ്പൊലി. എന്തായാലും നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. സംഘാടകരോട് എല്ലാവരോടും ഒന്നും കൂടെ ഒരു തംസപ്പ് തരികയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമൻറ്റും തരിക കേട്ടോ.